ഒരു 2-3 മാക്സി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടിയിട്ട് ചുരിദാർ അടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. വേദക്കുട്ടി പാലുകൂടി നിർത്തണ വരെ മാക്സി മതി എന്ന് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഇപ്പോൾ എന്തായാലും ആൾ അംഗനവാടിക്കൊക്കെ പോകു തുടങ്ങിയല്ലോ. അപ്പോൾ ഇനി എന്തായാലും ചുരിദാറിലേക്ക് പോവാം. അങ്ങനെ ഡ്രസ്സൊക്കെ പറക്കിയെടുത്തിട്ട് താത്തയുടെ വീട്ടിൽ പോയപ്പോൾ താത്ത അവിടെ ഇല്ല കേട്ടോ, ഹോസ്പിറ്റൽ കേസായിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം ഇനി എന്തായാലും ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ച് പോന്നു. ഇനി വന്നിട്ട് വേണം തിരിച്ച് ഫോൺ ചെയ്ത് വിളിച്ച് പറയാൻ. അങ്ങനെ ആ കാണുന്ന വീടാണ് കേട്ടോ എൻ്റെ വീട്. ഈ കാണുന്ന ഈ അതിർത്തി കെട്ടിയ സ്ഥലം ചുടലപ്പറമ്പാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അടക്കം ചെയ്തിട്ടുള്ളത്. തൊട്ടപ്പുറത്തുള്ള ആ കല്ല് കരിങ്കുട്ടിയുടെയാണ് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ കലശം കൊടുക്കാനും പരിപാടിയൊക്കെ നടത്തൽ. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വേദക്കുട്ടിയുടെ രൂപം കണ്ടിട്ട് ഞാനെന്നെ ഞെട്ടിപ്പോയിട്ടോ. കാരണം പൗഡറിലും കിട്ടി ചെന്ന് വീണു. ആളൊന്ന് ഗ്ലാമർ ആയതാണ് കേട്ടോ പൗഡർ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, അല്ലാതെ എന്താ അവളോട് പറയുക. അംഗനവാടിയിലേക്കും പോവാതെ ജലദോഷത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുരുത്തക്കേട് കാണിക്കലാണ് കേട്ടോ അവളുടെ മെയിൻ പരിപാടി. ഉച്ചത്തേക്കുള്ള ചോറിനുള്ള കറി എന്താണെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ കരണ്ടേര് വന്നിട്ട് ഒന്ന് സഹായിച്ചതും. അവരെല്ലാ കൊമ്പും ചില്ലിയും വെട്ടണതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞങ്ങളുടെ മുരിങ്ങ തൈയും കൂടി വെട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും അത് ഉരട്ടെ വിചാരിച്ചു.